ഇനി ഈ ഒരു പീസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് പതുക്കെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഒരു ബ്രെഡൊക്കെ നമ്മുടെ ആ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഇങ്ങനെ കുതിർന്നിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് സോക്കായിട്ടിരിക്കുന്ന ബ്രെഡാണ്. ഇനി നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുക. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബർത്ത്ഡേ കേക്കിന്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന നല്ലൊരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിയിട്ട്, അതേപോലെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും പറ്റുന്ന നല്ലൊരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. തീ പോലും കത്തിക്കാതെ വെറും 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഷട്ടപ്പട്ടയിന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ബർത്ത്ഡേ കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. അതേപോലെ ചാനലിന്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബർത്ത്ഡേ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 കപ്പോളം വരുന്ന വിപ്പിംഗ് ക്രീം നല്ല തണുത്ത പാത്രത്തിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ബ്ലെൻഡറിന്റെ ബ്ലേഡും ഒരു 1/2 മണിക്കൂർ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതേ പകുതി നമ്മുടെ ക്രീം ഒന്ന് ബീറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3 ടീസ്പൂണോളം വരുന്ന പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ക്രീമിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം മധുരമുള്ള ക്രീമാണ് കേട്ടോ. അതുകൊണ്ട് ഒരു 3 ടീസ്പൂണോളം മാത്രം മതിയാവും നമുക്ക്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പഞ്ചസാര പൊടിച്ചിട്ട് തന്നെ ചേർക്കുക കേട്ടോ. എങ്കിലും നമ്മുടെ ക്രീം അങ്ങോട്ട് പെട്ടെന്ന് മെൽറ്റ് ആവാതെ ഇരിക്കും. അപ്പോൾ 3 ടീസ്പൂണോളം വരുന്ന പഞ്ചസാര നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വാനില എസൻസും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ക്രീമിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് മാത്രം മതിയാവും. ഇനി ഇതെല്ലാം കൂടി വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ ക്രീം അങ്ങോട്ട് സ്റ്റിഫായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ രീതിയിൽ കിട്ടണേ, എങ്കിലും നമ്മുടെ ഏത് കേക്കിനായാലും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ രീതിയിൽ നന്നായിട്ടൊന്ന് സ്റ്റിഫായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ബീറ്റ് ചെയ്തത്. പിന്നെ ബീറ്റ് ചെയ്തെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീം അങ്ങോട്ട് പിരിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു രീതിയിൽ എത്തുന്ന സമയത്ത് പതുക്കെ നമ്മുടെ ബ്ലെൻഡറായാലും വിസ്കായാലും അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ നമ്മുടെ ആ ഒരു കേക്കിന്റെ ബേസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ക്രീം നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസിന്റെ ഈ ഒരു ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അതെന്തെങ്കിലും കത്രിക വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ട് നമുക്കൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് മാറ്റാം. ആ ഒരു പോർഷൻ നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു കേക്കിന്റെ ബേസ് ചെയ്തെടുക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. പക്ഷെ ബ്രെഡ് വെച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് പേടിക്കണ്ട, ആ ഒരു ബ്രെഡിന്റെ ടേസ്റ്റ് ആണോ കേക്കിന് വരിക എന്നുള്ള ആ ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള കേക്ക് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു ബ്രൗൺ പോർഷൻ പതുക്കെ ഇതുപോലുള്ളൊരു കത്രിക വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കത്തി വെച്ചിട്ടോ നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇത് ഫ്രൂട്ടി മാംഗോ ഡ്രിങ്ക് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ജ്യൂസ് നമുക്ക് ആവശ്യമുണ്ട്. ഇത് തന്നെ വേണമെന്നില്ല, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മിക്സ്ഡ് ഫ്രൂട്ടിന്റെ ജ്യൂസോ എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം 1 ഗ്ലാസോളം വരും. അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഫ്രൂട്ട് ജ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ കയ്യിൽ ഷുഗർ സിറപ്പ് എടുത്താലും മതി കേട്ടോ. നമുക്ക് ഈ ആ ഒരു ബ്രെഡ് ഈ ഒരു ജ്യൂസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. എങ്കിലും ആ ഒരു ബ്രെഡിന്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കേക്കിൽ കിട്ടാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസോ അല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പോ എടുക്കുന്നത്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു കേക്ക് ബോർഡിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു കേക്ക് ബോർഡ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റീൽ പ്ലേറ്റോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ പ്ലേറ്റിലോ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ബോർഡിന്റെ കുറച്ച് സൈഡിൽ ഈ ഒരു 4 സൈഡിലും നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു 4 സൈഡിലും കുറച്ച് ക്രീം ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബ്രെഡ് സ്ലൈസ്, നമ്മൾ ഈ ഒരു ബ്രൗൺ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ബ്രെഡ് സ്ലൈസ് ഇത് പതുക്കെ ഇതിന്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇത് ഈ ഒരു ബ്രെഡ് ഈ ഒരു സെന്ററിൽ കൂടി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു 2 സൈഡിലും അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് ജ്യൂസിൽ നമുക്ക് ഈ ഒരു ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴേക്കും ആ ഒരു ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് ഈ ഒരു ജ്യൂസ് അങ്ങോട്ട് ഡ്രിങ്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്രെഡ് എല്ലാ ഭാഗത്തും നന്നായിട്ട് കോട്ടായിട്ട് കിട്ടണം ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ നേരത്തെ വിപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം.
ഇനി അടുത്ത ലെയർ ബ്രെഡ് നമുക്ക് ഇതിന്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ കുറച്ച് ബാക്കിയിരിക്കാൻ കേട്ടോ. അത് നമുക്കിത് ഇതുപോലുള്ളൊരു കത്രിക വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റിക്കളയാം. കറക്റ്റ് സൈസിൽ വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തും ഒരുപോലെ നല്ല ലെവലായിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മളിത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബ്രെഡ് ഞാൻ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നമുക്ക് ആ ഒരു ഫ്രൂട്ട് ജ്യൂസ് അങ്ങോട്ട് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് ജ്യൂസിൽ കുറച്ച് ഫുഡ് കളർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം. ഇതുപോലുള്ളൊരു ഫ്രൂട്ട് ജ്യൂസ് എടുക്കുന്നെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം ജസ്റ്റ് ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി ക്രീം നമുക്ക് ഇതിന്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാം. ഇനി മൂന്നാമത്തെ ലെയറും കൂടി ഞാൻ ഇതിന്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഏറ്റവും ടോപ്പിംഗിൽ നമുക്ക് ക്രീം നന്നായിട്ട് അങ്ങോട്ട് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലറ്റ് നൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുത്തോളൂ. എൻ്റെ കയ്യിൽ അതിപ്പോൾ ഇല്ലാത്ത കാരണമാണ് ഇതുപോലുള്ളൊരു കത്തി വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു ക്രീം ഒന്ന് ലെവൽ ചെയ്തിട്ട് കൊടുക്കാം, നന്നായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ക്രീം നന്നായിട്ട് തണുത്തിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മെൽട്ടായി പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. നന്നായിട്ട് സ്റ്റിഫായിട്ട് വേണം നമ്മൾ ക്രീം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി, എങ്കിലും നമുക്ക് ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കേക്ക് ആ ഒരു ക്രീം വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സൈഡിലുള്ള ഈ ഒരു പോർഷൻ കത്തി വെച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ വരുന്ന ഭാഗം ATM കാർഡോ അങ്ങനെ എന്തെങ്കിലും കാർഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ ഒരു കേക്ക് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിന്റെ നോർമൽ റാക്കിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് ജെൽ ഒന്ന് റെഡിയാക്കി എടുക്കണം. അത് ആ ഒരു കേക്കിന്റെ സൈഡിൽ ഡ്രിപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പാനിൽ 1 ടേബിൾ സ്പൂണോളം വരുന്ന കോൺഫ്ലോറും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂണോളം വരുന്ന പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാനിലോട്ട് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ്. ഇനി ഒരു സ്പൂണോ ഇതുപോലുള്ള ഒരു വിസ്കോ സ്പാച്ചുലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്ത കാരണം ആ ഒരു കോൺഫ്ലവർ ഒക്കെ കട്ടകളായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ സ്റ്റൗവിൽ വെക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചേക്കുക, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇത് കുറുക്കിയെടുക്കരുത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറുക്കിയെടുത്ത് അവസാനം ഇതൊരു ജാം രൂപത്തിലാവും കേട്ടോ. അതുവരേക്കും നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് ആ ഒരു കേക്കിന്റെ സൈഡ് പോർഷനിൽ ഒന്ന് ഡ്രിപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് കുറുക്കിയെടുക്കുന്നത്. അപ്പോഴത്തേ നമ്മുടെ ജ്യൂസൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുറുകി ഇതേ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ വേണം നമ്മൾ കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രിപ്പ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എല്ലാം കൂടി അങ്ങോട്ട് ഒലിച്ചു പോകും. കറക്റ്റ് അത് അവിടെ അങ്ങോട്ട് സ്റ്റക്കായിട്ടിരിക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു ജ്യൂസിന്റെ ജെൽ ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലുള്ള ഒരു കവറിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു കവറിന്റെ അറ്റത്തായിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് വലിപ്പമുള്ളതായി പോരുത്. കത്രിക വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക, അത്ര മാത്രം മതി കേട്ടോ. ഇനി ഒരു കേക്കിന്റെ സൈഡിലായിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഈ ഒരു രീതിയിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ജെല്ലായതുകൊണ്ട് അത് അങ്ങനെ ഒരു സ്റ്റക്ക് ആയിരിക്കും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ലൂസായി പോയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് ഒലിച്ചു പോകും. അതുകൊണ്ട് ആ ഒരു പരുവത്തിൽ തന്നെ നിങ്ങളത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ ഈ ഒരു കേക്കിന്റെ 4 സൈഡിലും ഞാൻ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാണ്. ഇനി ബാക്കിയുള്ള ക്രീം ഇതുപോലുള്ളൊരു പൈപ്പിംഗ് ബാഗിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നോസിലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇനി കേക്കിന്റെ മുകളിലോട്ടായിട്ട് ഇതുപോലുള്ള ഒരു കുഞ്ഞു ഡിസൈൻ ഞാൻ കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഡിസൈനൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇതിന് നന്നായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്തോളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ചെറുതായിട്ടൊന്ന് ഡിസൈൻ കൊടുക്കാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമിൽ കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ട് ഈ ഒരു സൈഡിലുള്ള ഈ ഒരു പോർഷൻ, അതായത് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണല്ലോ ആദ്യത്തെ പോർഷൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു പോർഷൻ ആ ഒരു യെല്ലോ കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് അങ്ങോട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ കേക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കറക്റ്റ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് യെല്ലോവും വൈറ്റും കൂടി ചേരുമ്പോൾ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. പതുക്കെ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ആ ഒരു ജെല്ല് വെച്ചിട്ട് മുകളിൽ ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞു ഡിസൈൻ കൊടുക്കാണ് കേട്ടോ. ഇത് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡിസൈനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതേ പതുക്കെ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതുപോലുള്ളൊരു ഈർക്കിലയോ അല്ലാന്നുണ്ടെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഇത് പതുക്കെ ഒരു കേക്കിന്റെ മുകളിലോട്ടായിട്ട് ആ ഒരു ജെല്ലൊന്ന് ഡിസൈൻ ആകുന്ന രീതിയിൽ ഇതുപോലെ അങ്ങോട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. ഒരുപാട് ബലം കൊടുത്തിട്ട് വരാനായിട്ട് പാടില്ല. ഇതേ പതുക്കെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ആക്കിയിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് നല്ലൊരു ഡിസൈൻ കിട്ടും നമുക്ക്. ഇത് ഈ ഒരു രീതിയിൽ പതുക്കെ വരഞ്ഞെടുക്കുക. ഒരുപാട് ബലം കൊടുക്കരുത്. നമ്മുടെ ക്രീം ആയതുകൊണ്ട് അത് അങ്ങോട്ട് കുഴിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് പതുക്കെ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലോ ഒരു രക്ഷയുണ്ടാവില്ല മക്കളെ. അത്ര ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒരു കുഞ്ഞു പീസ് കട്ട് ചെയ്തിട്ട് കഴിക്കുന്നതും കൂടി ഞാനൊന്ന് കാണിച്ചിട്ട് തരാം. ഈ ഒരു സെൻറ്ററിലുള്ള പീസ് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്യാം. ബ്രെഡ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കേക്കിനേക്കാളും സോഫ്റ്റ് ആണ് കേട്ടോ. അത്ര സോഫ്റ്റ് ആണ്. നമ്മുടെ ആ ഒരു ജ്യൂസൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ കുതിർന്നിരിക്കുകയാണ് നമ്മുടെ ബ്രെഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പീസ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് പതുക്കെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് എടുക്കുക. അപ്പോൾ ആ ഒരു ബ്രെഡൊക്കെ നമ്മുടെ ആ ഒരു ഫ്രൂട്ട് ജ്യൂസ് ഇങ്ങനെ കുതിർന്നിരിക്കുകയാണ് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് സോക്കായിട്ടിരിക്കുന്ന ബ്രെഡാണ്. ഇനി നമ്മളിത് ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്തായാലും ഒരിക്കലും കഴിക്കുന്നവർ പറയില്ല കേട്ടോ. ഒരു ഫ്രൂട്ട് ജ്യൂസിൽ അങ്ങനെ കുതിർന്നിരിക്കുകയാണ് നമ്മുടെ ബ്രെഡ്. അടിപൊളി. എന്തായാലും ഒരു വിപ്പിംഗ് ക്രീമും ആ ഒരു ഫ്രൂട്ട് ജ്യൂസിൻ്റെ ലൈറ്റായിട്ടുള്ള ഒരു പുളിയും എല്ലാം കൂടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ബർത്ത്ഡേ കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അതേപോലെ ചാനലിന്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്ക് എല്ലാവർക്കും ഇഷ്ടമായി ട്രൈ ചെയ്ത് നോക്കുന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നല്ല കമന്റുകൾ ഇടുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.